പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ ജാനുവരി മാസം 12-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മുടെ സർവ്വശക്തനായ ദൈവത്തിന് സന്തോഷത്തോടൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ സൂക്ഷിച്ചത് ഓർത്തിട്ട് ആ കൈകളെ ഉയർത്തിയിട്ട് കർത്താവിനോട് പറയാം, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. പോയ രാത്രികാലം കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ മറച്ച് സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചില്ലേ? കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് പറയാം, കർത്താവേ താങ്ക് യു, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. അപ്പ ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഞങ്ങളുടെ പിതാവിനെ ആമേൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കൈകളെ ഉയർത്തി ഒന്നുകൂടെ പറയുന്നു, അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, ഞങ്ങളുടെ മേലുള്ള അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ ഇതുവരെ പരിപാലിച്ച കർത്താവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. സങ്കീർത്തനക്കാരൻ 150-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആമേൻ, യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ വീരപ്രവൃത്തികൾ നിമിത്തം കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം കർത്താവിനെ സ്തുതിപ്പീൻ. നമുക്ക് ഒരുമിച്ച് വീണ്ടും കൈകളെ ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ഈ കർത്ത ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നിങ്ങൾ പറ്റുമെങ്കിൽ കുടുംബമായിട്ട് കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, താങ്ക് യു ലോർഡ്. ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, ഈ കുടുംബത്തോടുള്ള അങ്ങയുടെ ദയയ്ക്കായിട്ട് സ്തോത്രം. ആമേൻ. കർത്താവേ, അങ്ങ് തന്ന കുഞ്ഞുങ്ങളോട് അങ്ങ് കാണിച്ച കരുണയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നന്ദി പിതാവേ. ആമേൻ. പ്രാർത്ഥിക്കാം. അപ്പാ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് സ്തുതിപ്പാൻ അങ്ങ് കൃപ തന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനകളുടെ മറുപടികളുടെ ദിവസമായി മാറട്ടെ. തൻ്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പല വിഷയങ്ങളിലും ഇന്ന് പകൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. രോഗികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. അസാധാരണമായ അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം തൻ്റെ മക്കളുടെ ജീവിതത്തിൽ യേശുക്രിസ്തു മുഖാന്തരം സംഭവിക്കുന്നതിന് സ്തോത്രം. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ല് പൊടിഞ്ഞു പോകുന്ന രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ആമേൻ, യേശുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. അസ്ഥികൾ ആമേൻ ഒടിഞ്ഞു, എന്നാൽ അത് വീണ്ടും ജോയിൻ ആകാതെ ബുദ്ധിമുട്ടുന്ന കേസുകൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അത്ഭുതകരമായ സൗഖ്യം നടക്കട്ടെ. ഡോക്ടർമാർ സർജറി വേണമെന്ന് പറഞ്ഞ് ആമേൻ 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 അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കേസുകൾ അത് കണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സർജറി വേണമെന്ന് പറഞ്ഞ കേസുകൾ അത്ഭുതം നടക്കട്ടെ. സർജറി ഒഴിവായി പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സർജറി ഒഴിവായി പോകട്ടെ. കണ്ണിനകത്തുള്ള അസ്വസ്ഥതകൾ ഇപ്പോൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. പല്ലിനകത്തുള്ള അസ്വസ്ഥതകൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യെസ്, താങ്ക് യു ലോർഡ്. വെരിക്കോസ് വെയിനുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. കുടലിനകത്തുള്ള രോഗങ്ങൾ നസ്രയനായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവിക ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നതിന് സ്തോത്രം. ആമേൻ. അഭയൻ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ആമേൻ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി ഇന്ന് പൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നതിന് സ്തോത്രം. അതുപോലെ ലോകത്തെമ്പാടും നടക്കുന്ന സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ അഭിഷക്തന്മാരെ സൂക്ഷിക്കണം, ദൈവമക്കളെ സൂക്ഷിക്കണം. എല്ലാത്തിന്മേലും ദൈവത്തിൻ്റെ പ്രത്യേക ഫേവർ ഇന്നത്തെ സഭായോഗത്തിൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദി കർത്താവെ, നന്ദി നന്ദി കർത്താവെ. തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തെ ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്. അതിനകത്ത് ദൈവിക അത്ഭുതം ഇന്ന് പകൽ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഇന്ന് പകൽ തന്നെ സംഭവിക്കട്ടെ. അത്ഭുതം നടന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ട ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. പ്രത്യേകിച്ച്
കർത്താവ് അനുവദിച്ചാൽ നാളെ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ടാകും. പ്രത്യേകമായി ക്രമീകരിക്കുന്ന മീറ്റിംഗാണ്. നിങ്ങൾ നിശ്ചയമായിട്ടും അതിൽ പങ്കെടുക്കണം. ആമേൻ. അത് മറക്കരുത്. നിങ്ങൾ ഇന്ന് തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ മാത്രം അനുഗ്രഹിക്കപ്പെട്ടാൽ പോരല്ലോ, നമുക്ക് സ്നേഹമുള്ളവർക്ക് നമ്മൾ കൈമാറി കൊടുക്കണം. അവരോട് പറയണം, നിങ്ങളും പങ്കെടുക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പങ്കെടുത്തത് ഞങ്ങൾക്ക് അനുഗ്രഹമായി, അതുകൊണ്ട് നിങ്ങളും പങ്കെടുക്കണമെന്ന് പറഞ്ഞ് അവർക്ക് ലിങ്ക് അയച്ചു കൊടുത്ത് അവരെ കൂടെ അതിനകത്ത് പങ്കെടുപ്പിക്കണം. മോർണിംഗ് മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ ആമേൻ മറ്റുള്ളവർക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്കങ്ങനെ ആമേൻ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പങ്കാളികളായി തീരാം. കണ്ണുകളടച്ച് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഈ മോർണിംഗ് മെസ്സേജിനെ അനുഗ്രഹിക്കുന്നു. ഇന്ന് കോടിക്കണക്കിന് ആളുകൾക്ക് ഈ മോർണിംഗ് മെസ്സേജ് അനുഗ്രഹമായി തീരട്ടെ. നാളത്തെ ഓൺലൈൻ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കുന്നു. അതും വലിയ ഉണർവിന് കാരണമായി തീരും. ലോകം മൊത്തം ഒരു ഉണർവെത്തുവാൻ കർത്താവ് ഉപയോഗിക്കണം. അതിനുവേണ്ടി അതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും വലിയ സമാധാനവും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യമാണ് പറയുന്നത്. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. സ്തോത്രം. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളുടെ മേലും ഈ 2025 ഒരു പ്രത്യേക ദൈവകൃപ വ്യാപരിക്കട്ടെ, അല്ലെങ്കിൽ പ്രത്യേക ദൈവത്തിൻ്റെ കൃപ മാനിഫെസ്റ്റ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 2 ദിവസമായിട്ട് ഈ വാക്യം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്നാ പറയുന്നത്, നമ്മൾ പറയുന്നത് പോലെ തിളച്ചു മറിയുന്നു. ഈ മോർണിംഗ് മെസ്സേജ് കേൾക്കുന്ന തൻ്റെ ജനത്തോട് പറയുവാനായിട്ട്, അതായത് ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഗ്രേസ് നിങ്ങൾ ഈ വർഷം എക്സ്പീരിയൻസ് ചെയ്യും. ഈ 12-ാം തീയതി പ്രഭാതത്തിൽ വീണ്ടും യേശുവിൻ്റെ നാമത്തിൽ അത് ഡിക്ലെയർ ചെയ്യുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും കർത്താവിൻ്റെ പ്രത്യേക കൃപ ഓവർഫ്ലോ ചെയ്യുന്ന ഒരു വർഷമായി തീരട്ടെ. നമുക്കറിയാം, ലോകം ഈ കൃപയെന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ ഗ്രേസ് എന്ന പദം ആദ്യമായിട്ട് വേദപുസ്തകത്തിൽ വന്നത് ഈ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ ഈ 8-ാമത്തെ വാക്യത്തിലാണ് ആദ്യമായിട്ട് ദൈവത്തിൻ്റെ കൃപ എന്ന ഇത് വന്നത്. അപ്പം ഇതിനകത്ത് ബട്ട് വൺ മാൻ ഡിസ്കവേർഡ് ഗ്രേസ് ബിഫോർ അതായത് ദേശം മുഴുവൻ ദൈവിക ജഡ്ജ്മെൻറ്റിൻ്റെ അടിയിൽ വന്നിരിക്കുക, ദൈവകോപത്തിൻ്റെ അടിയിൽ വന്നിരിക്കുക. എല്ലാത്തിനെയും ദൈവം നശിപ്പിക്കാൻ പോവുക. എല്ലാത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ കോപം ഇറങ്ങി നിൽക്കുമ്പോൾ ആമേൻ ഒരു അൺമെറിറ്റഡ് ഫേവർ, അത് നോഹയുടെ കഴിവ് കൊണ്ടോ നോഹയുടെ പ്രത്യേകത കൊണ്ടോ അല്ല. ആമേൻ ആമേൻ അവിടെ പറയുന്നത് നോഹയുടെ മേൽ ദൈവത്തിന് തോന്നിയ ആമേൻ ഒരു പ്രത്യേക ഒരു കൃപ തോന്നി. അതായത് ഇതുവരെ നോഹയോടുണ്ടായിരുന്നതിൽ നിന്നും, അല്ലെങ്കിൽ നോഹയുടെ സീസൺ മാറുന്നു, ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു അനുഭവമല്ല, നോഹയുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവത്തിലേക്ക് ഹല്ലേലൂയ എന്ത് വരാൻ പോകുന്നു? നോഹ വരാൻ പോവുക. അതുപോലെ ഇതുവരെ ഉണ്ടായിരുന്ന അനുഭവങ്ങളല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവരാൻ പോകുന്നു. നിങ്ങൾ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഒരു വ്യത്യസ്ത വ്യക്തിയായി, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സകലരെയും കാണുമ്പോൾ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഉണ്ടായിരുന്ന കോപം നോഹയുടെ മേൽ നോക്കുമ്പോൾ ഇല്ല. നോഹയുടെ മേൽ കർത്താവിൻ്റെ സ്പെഷ്യൽ ഒരു പ്രത്യേകമായൊരു നോട്ടം വന്നു. അപ്പം ആ ഗ്രേസാണ് നോഹയെ ആ കഷ്ടത്തിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന്, ആ അനുഭവത്തിൽ നിന്ന് രക്ഷിച്ചത്. അതുപോലെ തന്നെ 2025 ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ മേലും ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഗ്രേസ് വരികയും, ആ സ്പെഷ്യൽ ഗ്രേസ് ഈ ലോകത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും, പല തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്നും, പല വിധത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ വിടുവിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും സ്പെഷ്യൽ ഗ്രേസ് ഈ 2025 അനുഭവിക്കട്ടെ. ആമേൻ. ചുറ്റുപാടുകളിലുള്ളവരെ പോലല്ല, അങ്ങ് ഞങ്ങളെ പ്രത്യേകമായി കണ്ടിരിക്കുന്നതിന് സ്തോത്രം. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് മേടിച്ചതിന് സ്തോത്രം. അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് സ്തോത്രം. ഞങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന സ്പെഷ്യൽ ഗ്രേസിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്പെഷ്യൽ ഫേവർ നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ആമേൻ. ഈ വർഷം ആമേൻ ആ നോഹയെ പോലെ പ്രത്യേക കൃപയിൽ ജീവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഇത്രയും തകർച്ച കണ്ട നടുവിൽ നോഹയുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വന്നപ്പോൾ നോഹയും കുടുംബവും രക്ഷപ്പെട്ടു. അതുകൊണ്ട് 2025 നിങ്ങളുടെ മേൽ പ്രത്യേകമായ ഒരു സ്പെഷ്യൽ ഗ്രേസ് നിങ്ങളുടെ മേൽ യേശുവിൻ നാമത്തിൽ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. അവൻ കൈകൾ ഉയർത്തി ആമീൻ പറയുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി
blessed, we are permanently blessed and highly favored. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലെ മണൽത്തരി പോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വർദ്ധിച്ച് പെരുകും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഇയർ ഓഫ് ബ്ലെസ്സിങ്സ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ